ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? നമുക്കിന്ന് ചെമ്മീൻ ബിരിയാണി തന്നെ ഉണ്ടാക്കാം. ചെമ്മീൻ ബിരിയാണിയാണ് എനിക്ക് എപ്പോഴും ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയി വരുന്ന ഒരു ബിരിയാണിയാണ്. ഏറ്റവും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വൃത്തിയാക്കി ക്ലീനാക്കി കിട്ടിയ ചെമ്മീൻ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് നമുക്ക് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് സൈഡ് ഡിഷായിട്ട് തേങ്ങേൻ്റെ ചമ്മന്തിയും തൈരിൻ്റെ ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വിവരങ്ങളൊക്കെ അറിയിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ 1 കിലോ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിലുള്ള ഫ്രൈഡ് റൈസ് ഒക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ആ അരിയാണ് ഞങ്ങൾ സാധാരണ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. അപ്പം 1 കിലോ അരി നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. ഒരു 10-15 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് അത് വേവിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഈ വക സാധനങ്ങളെല്ലാം കൂടെ കുറേശ്ശെയായിട്ട് അതിലിടുക. ഉപ്പും ഇടുക ആവശ്യത്തിനുള്ളത്. എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ക്ലീനാക്കി കഴുകി വെച്ച ചെമ്മീനാണ്. അത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയതുകൊണ്ടാണ് ചെമ്മീനിന് ഒരു മഞ്ഞ കളർ കാണുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മതിയത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം പെരുംജീരകം പൊടിയും കൂടെ ഇട്ടിട്ട് ഇത്രയും മതി. വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്കിതൊന്ന് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒരു ലൈറ്റ് ഉപ്പ് മതി. ഉപ്പ് കുറവാണെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ബിരിയാണി ഇനിയും ഇടുമല്ലോ. ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇനി ഉപ്പിടും. അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നമുക്കത് അധികം നേരം വെക്കൊന്നും വേണ്ട. നേരെ നമുക്കത് പൊരിക്കാനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നല്ല ഫ്ലെയിമിൽ വെക്കണം. കാരണം അല്ലെങ്കിൽ ചെമ്മീനിൽ നിന്ന് കുറേ വെള്ളം വന്ന് ഇങ്ങനെ ആ മസാലയൊക്കെ ഇങ്ങനെ വേറായിപ്പോവും, ഒരു വെന്ത പോലെ ആയിപ്പോവും. അപ്പോൾ ആദ്യമേ വെക്കുമ്പോഴേ നല്ല ഫ്ലെയിമിൽ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ വെള്ളം 10-15 മിനിറ്റ് ആയല്ലോ, ചൂടായിട്ടുണ്ടാവും. ആ അരി കുതിർത്ത് വെച്ചതും ഒരു 10-15 മിനിറ്റ് ആയി. അപ്പം നമ്മളത് കഴുകിയിട്ട് നേരെ വെള്ളത്തിലേക്ക് വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഞാനത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഉള്ള അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അരി അവിടെ കിടന്ന് വേകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ചെമ്മീനും ഏകദേശം ആ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഒരു ഇത്തിരിയും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നും കൂടെ ഏകദേശം ഇപ്പം പൊരിഞ്ഞ് വരാറായി. നല്ല ഒരുപാട് അങ്ങ് ഡ്രൈ ഒന്നും ആവണ്ട. ഏകദേശം ഈ പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ഏകദേശം സെറ്റായി. അപ്പോഴത്തേക്ക് ഇവിടെ ചോറും നല്ലപോലെ വെന്ത്, അതായത് ഒരു 80%ഓളം 85% വെന്തോട്ടെ. കാരണം ഇനി ദമ്മിലിടുമ്പോൾ അധികം വേവാനൊന്നും ഇല്ലല്ലോ. അപ്പം ഈ ഒരു വേവ് നല്ല കറക്റ്റാണ്. അരി കടിക്കരുത്. ഒരു 80-85% വെന്തോട്ടെ. കാരണം ഇനി അത് വേറെ വേവില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചെമ്മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അത് മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി, ഈ കാണുന്ന സൈസിലുള്ള ഉള്ളി ഒരു 3 ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരു 5-6 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കരിവേപ്പിലയുണ്ട്. പിന്നെ ഒരു 1.5 തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചമുളകും നമുക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും ഇങ്ങനെ ജാറിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുക. അപ്പം നമ്മൾ അടുപ്പിലുള്ള പാത്രം ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ഓയിലും ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടാവും. അതിലേക്ക് 2 സ്പൂണ് നെയ്യും കൂടെ ഇട്ട് ഇനി നമുക്ക് ഉള്ളിയും പിന്നെ കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടി കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇപ്പം തന്നെ ഇടാം. എന്നിട്ട് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പോലെ ഇടുന്ന പോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ വാടിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെള്ളുള്ളിയും പിന്നെ ക്രഷ് ചെയ്തെടുക്കണം. പച്ചമുളകും ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ഏകദേശം വാടി. ഇനി നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ഇടാം ആദ്യം. അതിനുശേഷം പച്ചമുളകിൻ്റെതും കൂടെ ഇടാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ അപ്പോഴത്തേക്ക് റെഡിയാക്കി വെക്കണം. അത് നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീനൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് അവസാനം മിക്സ് ചെയ്യുമ്പോൾ ഇടാൻ. ഇതിപ്പോൾ നല്ലോണം നമ്മൾ ഇഞ്ചി വെള്ളുള്ളി ക്രഷ് ചെയ്തതും പച്ചമുളകും കൂടെ നല്ലപോലെ ഒന്ന് വാട്ടി, ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വാറ്റി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്തു. തക്കാളിയും ഇതുപോലെ തന്നെ ഒന്ന്
നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഏകദേശം ഈ ഒരു പരുവത്തിൽ ഉള്ളിയും തക്കാളിയും ഒക്കെ അത്യാവശ്യം നല്ലോണം ഒന്ന് വാടിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ തന്നെ മല്ലിയില ചേർക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ഇനി അടുത്ത് തന്നെ ചെമ്മീനൊക്കെ ഇടുമല്ലോ, അപ്പം എല്ലാം കൂടെ അങ്ങ് മിക്സ് ആയിക്കോളും. ഏകദേശം ഇപ്പം എല്ലാം വാടി കഴിഞ്ഞപ്പോൾ നമുക്ക് പൊടികൾ ഇടാം. ഇത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ. പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഏകദേശം അത്ര മതി, ചെമ്മീനാണല്ലോ, ഇറച്ചിയൊന്നും അല്ലല്ലോ, അപ്പോൾ അത്ര മതി. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ആ ഒരു പൊടി ഒന്ന് ആ എണ്ണയിൽ ഒന്ന് കുഴഞ്ഞൊന്ന് ഇതായാൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാൻ വിട്ടതാണ്, മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീനുണ്ടല്ലോ, ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് ചെമ്മീൻ ചേർക്കാൻ സമയമായി. അപ്പം നമ്മൾ ആ ചെമ്മീനും കൂടെ അതിലേക്ക് ഇടാം. ചെമ്മീൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിൽ ചെമ്മീനൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ 1 ടീസ്പൂൺ മതിയാവും. കാരണം മീനായതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് പുളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് 1 ടീസ്പൂൺ നാരങ്ങ നീരേ കാണുള്ളൂ. ആ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്തു. പിന്നെ തൈര് ഒരു 3 ടീസ്പൂൺ ഉണ്ടായിക്കോട്ടെ. ഇത് യോഗട്ടാണ്, അത്ര വലിയ പുളിയുള്ള തൈരല്ല. അപ്പോൾ ഒരു 3 ടീസ്പൂണിന് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറേശ്ശെ ആയിട്ട് ഉപ്പ് ചേർക്കണം. ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അപ്പം നോക്കി വേണമെങ്കിൽ ഒന്നും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഈ ഒരു ഇത്തിരിയും കൂടെ വേണമെന്ന് തോന്നുന്നു, അതാണ് ഞാൻ ഇച്ചിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പരത്തി വെച്ച് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഊറ്റി വെച്ച ചോറുണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ടിട്ട് ആ ചോറ് മുഴുവനായിട്ടും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. താഴെ ചെമ്മീൻ്റെ മസാല അങ്ങനെ നിന്നോട്ടെ. ഈ ചോറ് മേലിട്ടിട്ട് നമുക്കത് ദമ്മാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ചോറ് മുഴുവൻ ഇട്ട് കൊടുക്കാം. ചോറ് മുഴുവൻ അതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗരം മസാലയാണ് അതിൻ്റെ മേലെ വിതറാനുള്ളത്. ഗരം മസാല വിതറി കഴിഞ്ഞാൽ നമുക്ക് ഈ ചോറ് നമ്മൾ വെള്ളത്തിൽ ഊറ്റിയെടുത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചോറിൽ ഒരു നെയ്യോ എണ്ണയോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ബിരിയാണിയിലേക്കുള്ള കുറച്ച് ഒരു ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഉള്ളി, അണ്ടി മുന്തിരി ഒക്കെ ഇട്ടിട്ട് വറുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഈ എണ്ണ തന്നെ നമുക്ക് ബിരിയാണീൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിലും ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബിരിയാണിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്, നല്ല നേരിയതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നല്ലോണം വിടർത്തി ഉള്ളി എല്ലാ അല്ലികളൊക്കെ ഒന്ന് വിടർത്തി വറുക്കാൻ വേണ്ടിയിട്ടിടാം. അത് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുമ്പം ഒരു ബ്രൗൺ കളർ ആയി വരുമ്പം നമുക്ക് കുറച്ച് അണ്ടിയും കുറച്ച് കിസ്മിസും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഈ ഉള്ളി ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഞാൻ സാധാരണ ഈ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാറ്. ഈ ഓയിലും നെയ്യും കൂടെ ചൂടാക്കി അങ്ങനെ ബിരിയാണി ചോറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. കാരണം നമുക്കിവിടെ ഈ ഉള്ളിയും അണ്ടി മുന്തിരി അങ്ങനെയൊന്നും കുട്ടികൾക്ക് അധികം ഇഷ്ടമല്ല, അതെല്ലാം കൂടെ പെറുക്കി കളയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ ഒരു പരിപാടി ഒഴിവാക്കുക ചെയ്യുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്കും വേണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക, ഈ എണ്ണയും നെയ്യും കൂടെ ഒരുമിച്ച് ചൂടാക്കിയിട്ട് ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ഈ ഉള്ളി വറുക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഉള്ളി വറുത്തിട്ട് അതിലോട്ട് നമ്മൾ അണ്ടിയും മുന്തിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അത് കോരിയിട്ട് മാറ്റി വെക്കുക. നമുക്കത് ലാസ്റ്റ് ബിരിയാണിയൊക്കെ റെഡിയായ ശേഷമേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഏകദേശം നല്ലോണം ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് അണ്ടിയും മുന്തിരിയൊക്കെ കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ ഞാൻ. അപ്പോൾ അത് കോരി വെച്ചിട്ട് നമുക്ക് ആ എണ്ണയും നെയ്യും കൂടെ കൂടിയിട്ടുള്ളതാണല്ലോ, അത് നമുക്ക് ബിരിയാണീൻ്റെ മുകളിൽ ആ ചോറ് സെറ്റാക്കി വെച്ച അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം, ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഈ ഓയിൽ നമ്മൾ ഈ ചോറിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി നമ്മളൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിം വെക്കുമ്പം ഇനി കാരണം ചെമ്മീനിൽ നിന്നൊന്നും ഇതൊന്നും വെള്ളം ഇറങ്ങി വരാനില്ല. എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് എന്ന് പറയുമ്പം ഏകദേശം ഈ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മൂടി തൊട്ട് നോക്കിയാൽ അത് നല്ല ചൂടായി വരണം. ഇപ്പം അതാ ഈ ഫ്ലെയിം കുറച്ചൊരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. ഇനി ചെമ്മീനിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങി വരാനില്ലാത്തതുകൊണ്ട് ഒരുപാട് അങ്ങ് തീ കത്തിക്കണ്ട. ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂട് ഈ അടപ്പിലേക്കൊക്കെ ചൂട് വന്നിട്ടുണ്ടാവും. ഇപ്പം അത്യാവശ്യം നല്ല ചൂടായി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം. അപ്പം ഇനി വേഗം അതൊന്ന് സിമ്മാക്കി കൊടുക്കണം. തീ നല്ല ചെറിയ സിമ്മിലേക്ക്, താഴേക്കുള്ള സിമ്മ് തീ കൂടുതലാണെങ്കിൽ കുറച്ച് മേലോട്ടാക്കിയിട്ടുള്ള സിമ്മ്, എങ്ങനെയാണെങ്കിലും ഇതാ ഇത്ര തീ നന്നായിട്ടൊന്ന് കുറയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ആക്കാം. അപ്പം അതവിടെ കിടന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ സാലഡും തൈരും ഒക്കെ തൈരിൻ്റെ സാലഡ് ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് ഉള്ളിയും കുറച്ച് കഷ്ണം തക്കാളിയും കൂടെ നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതിൽ ഉപ്പിട്ട് യോഗട്ടും കൂടെ ഇട്ട് അത്ര സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ. ഇതിൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടെ 1-2 പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. നമ്മൾക്ക് അത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം നമ്മുടെ തൈര് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും 2-3 അല്ലി ചുവന്നുള്ളിയും കുറച്ച് മല്ലിയിലയും കൂടെ അത് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പിന്നെ ഒരല്പം വിനാഗിരിയും കൂടെ ചേർക്കുക. വിനാഗിരി ഇല്ലെങ്കിൽ അതിന് പകരം ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. ഇപ്പം ഞാൻ വിനാഗിരി ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സിയിൽ നല്ല വെള്ളം കൂട്ടാതെ തന്നെ ക്രഷ് ചെയ്ത് പോലെ ഇങ്ങനെ അരച്ചെടുക്കണം. അങ്ങനെ ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഈ ഒരു തരിതരിപ്പിൽ അരച്ചു കഴിഞ്ഞാൽ നമ്മളെ ചട്നി റെഡിയാണ്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് മതിയായിട്ടില്ലെങ്കിൽ ഇച്ചിരിയും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് അപ്പോൾ ചമ്മന്തിയും നമുക്ക് തേങ്ങ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്താൽ മതി. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ബിരിയാണി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ഏകദേശം സിമ്മിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റോളം 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ചാൽ മതി സിമ്മിൽ. ഇപ്പം ഏകദേശം അത് കഴിഞ്ഞു. ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പം താഴെന്ന് ചെമ്മീനിൻ്റെ ആ മസാലയിൽ നിന്നുള്ള ആവിയൊക്കെ കയറിയിട്ടാണ് ചോറിലേക്ക് കയറിയിട്ടാണ് മഞ്ഞ കളറ്, മസാലേൻ്റെ മഞ്ഞ കളറാണ് ചോറിലേക്ക് പിടിച്ചിട്ടുള്ളത്. അപ്പം മസാലേൻ്റെ ഫ്ലേവർ നല്ലോണം ചോറിലും എത്തിയിട്ടുണ്ടാവും. ഇനി നമുക്കത് മേലെന്ന് ചോറ് സെപ്പറേറ്റ് മാറ്റിയെടുക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒരുമിച്ച് കുഴയ്ക്കാതെ ചോറ് സെപ്പറേറ്റ് ആദ്യം എടുത്തിട്ട് പിന്നെ മസാല സെപ്പറേറ്റ് വെക്കും. അപ്പം അങ്ങനെ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയല്ലോ. എല്ലാം കൂടെ മിക്സ് ചെയ്താൽ എല്ലാവർക്കും ചിലപ്പം അത്രയും മസാല ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അപ്പം നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യമുള്ള പോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ചോറ് മേലെന്നും മാറ്റിയ ശേഷം നല്ല ഫുള്ള് കണ്ടാവും, നല്ല അടിപൊളിയായിട്ട് ആ മഞ്ഞ കളറൊക്കെ ചോറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ അത് മാറ്റിയിട്ട് നമുക്ക് ചെമ്മീനിൻ്റെ മസാല അതേപോലെ തന്നെ വേറെ ഒന്ന് ഇളക്കിയിട്ട് മാറ്റിയിട്ട് വെക്കുക. എന്നിട്ട് ചോറ് എടുക്കുമ്പോൾ നമുക്ക് അത് ഒരുമിച്ച് അതിൻ്റെ മേലെ എടുത്താൽ മതി. നല്ല അടിപൊളിയാണ് ബിരിയാണി. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് എളുപ്പമാണ്. ചെമ്മീനെ ക്ലീൻ ആക്കി കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ഇനിയിപ്പോൾ അതാ ചോറ് അടിയിൽ നിന്നുള്ളത് നല്ല മഞ്ഞായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ആദ്യം ഇട്ട ചോറ് വെള്ളമായിരിക്കും. അപ്പം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കിയാട്ടെ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ബിരിയാണി. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതപ്പം ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും ഉണ്ടാക്കി നോക്കാൻ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഞാൻ അടിപൊളി വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. എല്ലാവരും കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് അധികം ചെയ്യാറില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെയും കുറേ കുക്കിംഗ് വീഡിയോസും ഷോർട്സും എല്ലാം ചാനലിലുണ്ട്. എല്ലാവരും സമയം പോലെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. നല്ല നല്ല ഷോർട്സ് ഉണ്ട്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ബിരിയാണി പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട്
എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.